വിഷമുള്ള പാമ്പുകൾക്ക് എപ്പോഴും 2 പല്ലുകളാണ് ഉണ്ടാകുക. ആ പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ കടിച്ച് പിടിച്ച് വിഷം കയറ്റും. ഒരു കുഞ്ഞു കൊച്ച് മുട്ടയിലഴിഞ്ഞ് കിടന്ന് അത് പാമ്പ് കടിച്ചു. പാമ്പ് കയറി വന്ന് പിടിച്ചു കടിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമ്മളയാളെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രകൃതിയുടെ ഒരു ഇക്വിലിബ്രിയം നമ്മൾ വയലേറ്റ് ചെയ്യാം. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചികിത്സയുടെ സമയത്ത് ഉറങ്ങാൻ പാടില്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? അന്ന് അവിടെ വെച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി എന്നാ പറയുന്നത്, ഈ തക്ഷകനും കാശ്യപനുമായിട്ട്. മേലാലിൽ ചെന്ന് കടിക്കുകയില്ല, അവിടെ ചെന്ന് ചികിത്സിക്കുകയില്ല. ദൂഷ്യം ദേശം ബലം കാലം അഗ്നിം പ്രകൃതി ഭയ അവസ്ഥാശ പൃഥഗ്യുതേ സൂക്ഷ്മ നിരീക്ഷ്യ ഏഷാം ദോഷ ഔഷധ നിരൂപണേ. ഇതുകൂട്ടം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സൂക്ഷ്മമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സാമാന്യ രീതിയിൽ ഒരു സ്കാനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പുതിയ തലമുറ മരുന്നുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ല, കമ്പനി പ്രോഡക്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അതൊരു പോരായികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബൈബിളിൽ പോലും മാംസം കഴിക്കുന്നതിനൊക്കെ കണക്കുകൾ പറയുന്നുണ്ടല്ലോ. ചോര വാർത്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് വേണം, ചൂടാറിയിട്ട് വേണം. അപ്പം അതൊന്നും ചെയ്യുന്നില്ലല്ലോ. എട്ടുകാലി കടിക്കുന്നതിനേക്കാൾ ഭേദം പാമ്പ് കടിക്കുന്നത്. കാര്യത്തിൽ തീരുമാനമാണ്. പഥ്യം നോക്കണം. പഥ്യങ്ങൾ അനുഷ്ഠിച്ചാലേ ഫലം കിട്ടുള്ളൂ, ഉറപ്പാണ്.